പ്രതീക്ഷിക്കാത്ത ഒരു വലിയ സഖ്യം രൂപപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു അട്ടിമറി വിജയവുമാണ് നേടിയിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. വിശദമായി പറയുകയാണെങ്കിൽ തൃണമൂലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മഹാസഖ്യത്തിൽ ബി.ജെ.പി, കോൺഗ്രസ്, CPM എന്നീ 3 പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ചുകൊണ്ട് വിജയം കണ്ടെത്തിയിരിക്കുന്നു ബംഗാളിൽ. തൃണമൂലിനെ പരാജയപ്പെടുത്താൻ രൂപീകരിച്ച സഖ്യത്തെ പ്രാദേശിക ബി.ജെ.പി, CPM, കോൺഗ്രസ് നേതാക്കൾ അംഗീകരിക്കുകയായിരുന്നു. ഈ സഹകരണ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് ഗ്രാൻഡ് അലയൻസിന് 5 സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. തൃണമൂലിന് 4 സീറ്റുകൾ ലഭിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഡെമോക്രാറ്റിക് ഗ്രാൻഡ് അലയൻസുമായി തൃണമൂലിനെതിരെ ഞങ്ങൾ പോരാടുമെന്ന് ഇത് കാണിക്കുന്നു എന്ന് അവർ പറയുന്നു. അതായത് തൃണമൂലിനെ 4 സീറ്റിൽ ഒതുക്കിക്കൊണ്ട് 5 സീറ്റുകളുമായിട്ട് അട്ടിമറി വിജയമാണ് ഇപ്പോൾ സഖ്യം ചേർന്നുകൊണ്ട് കോൺഗ്രസും CPM-ഉം ബി.ജെ.പിയും ബംഗാളിൽ നേടിയിരിക്കുന്നത്. ഒരു ഞെട്ടിപ്പിക്കുന്ന വിജയം എന്ന് തന്നെ പറയാം. ഞെട്ടിപ്പിക്കുന്ന ഒരു സഖ്യം ചേർന്നുകൊണ്ട് ബംഗാളിൽ കോൺഗ്രസും ബി.ജെ.പിയും CPM-ഉം തമ്മിൽ ഒത്തുകളി നടക്കുന്നുണ്ടെന്നാണ് തൃണമൂൽ നേതാക്കളും ഉന്നതരും പലപ്പോഴും ആരോപിക്കാറുള്ളത്. ഇത്തവണ നാദിയയിലെ സഹകരണ തെരഞ്ഞെടുപ്പിനെ കേന്ദ്രീകരിച്ചായിരുന്നു ആ ചിത്രം കണ്ടത് തന്നെ. CPM-ഉം കോൺഗ്രസും ബി.ജെ.പിയും സഹകരണ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായിട്ടുള്ള തൃണമൂലിനെ പരാജയപ്പെടുത്തിയത് ജനാധിപത്യ മഹാസഖ്യം രൂപീകരിച്ചുകൊണ്ടാണ്. വരാനിരിക്കുന്ന നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ഇതേ രീതിയിൽ ജനാധിപത്യ സഖ്യം രൂപീകരിച്ചുകൊണ്ട് ഭരണകക്ഷിയെ പരാജയപ്പെടുത്തുമെന്ന് സഖ്യം അവകാശപ്പെടുന്നു. മറുവശത്ത് തോൽവിക്ക് ശേഷം പ്രതിപക്ഷം തങ്ങളുടെ നയങ്ങൾ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് പോരാടാനുള്ള ശക്തിയില്ലെന്ന് പറഞ്ഞ് സഖ്യം രൂപീകരിച്ചതായി തൃണമൂൽ പരിഹസിക്കുകയുണ്ടായി. നാദിയയിലെ നഗാഷിപാര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കാഞ്ച്കുളി സഹകരണ സംഘത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്. 9 സീറ്റുകളുള്ള ഈ സഹകരണ സംഘത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് എല്ലാ സീറ്റുകളിലേക്കും ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തി. ബി.ജെ.പി, കോൺഗ്രസ്, CPM എന്നിവ ഒരു ജനാധിപത്യ മഹാസഖ്യം രൂപീകരിക്കുകയുണ്ടായി. ഈ സഹകരണ സംഘത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 772 ആയിരുന്നു. തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള അശാന്തി ഒഴിവാക്കാൻ രാവിലെ മുതൽ കർശനമായ പോലീസ് സുരക്ഷയുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണകക്ഷിയായ തൃണമൂൽ 4 സീറ്റുകൾ നേടിയതായി റിപ്പോർട്ട് പുറത്തു വന്നു. സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടിയും സഖ്യകക്ഷികളും 5 സീറ്റുകൾ നേടുകയും ചെയ്തു. അതായത് ബി.ജെ.പി, CPM, കോൺഗ്രസ് എന്നിവർ 5 സീറ്റുകൾ നേടി തൃണമൂലിനെ സഖ്യം പരാജയപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു. ബോർഡ് രൂപീകരണ ദിവസം ഈ സഹകരണ സംഘത്തിന്റെ ബോർഡിന് 2 വോട്ടുകളുണ്ട്. ഒന്ന് ഈ സഹകരണ സംഘത്തിന്റെ സെക്രട്ടറിയുടേതാണ്, മറ്റൊന്ന് പ്രാദേശിക MLA-യുടേതാണ്. ഇവിടുത്തെ തൃണമൂൽ MLA കല്ലോൾ ഖാനാണ്. അതായത് തൃണമൂലിന്റെ കോട്ടയിലാണ് ഇപ്പോൾ ബി.ജെ.പി, CPM, കോൺഗ്രസ് സഖ്യം ചേർന്നുകൊണ്ട് അവരെ ഇപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത് തന്നെ എന്ന് എടുത്തു പറയേണ്ടി വരും. MLA-യുടെയും സെക്രട്ടറിയുടെയും വോട്ടുകൾ ലഭിച്ചാൽ ബോർഡ് രൂപീകരണവുമായി തൃണമൂൽ മുന്നോട്ട് പോകുമെന്ന് പലരും പറയുന്നു. എന്നിരുന്നാലും ഇന്നത്തെ തെരഞ്ഞെടുപ്പിനെ പ്രതിപക്ഷം തങ്ങളുടെ വലിയ വിജയമായിട്ടാണ് കാണുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൃണമൂലിനെ പരാജയപ്പെടുത്താൻ രൂപീകരിച്ച സഖ്യത്തെ പ്രാദേശിക ബി.ജെ.പി, CPM, കോൺഗ്രസ് നേതാക്കൾ അംഗീകരിക്കുകയുണ്ടായി. അവർ പറഞ്ഞത് ഈ സഹകരണ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് ഗ്രാൻഡ് അലയൻസിന് 5 സീറ്റുകൾ ലഭിച്ചു എന്നും തൃണമൂലിന് 4 സീറ്റുകളാണ് ലഭിച്ചതെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഡെമോക്രാറ്റിക് ഗ്രാൻഡ് അലയൻസുമായി ഞങ്ങൾ തൃണമൂലിനെതിരെ പോരാടുമെന്ന് ഇത് കാണിക്കുന്നു എന്നും അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ മഹാസഖ്യം നിലനിർത്തുകയും പഞ്ചായത്ത് പിടിച്ചെടുക്കുകയും ചെയ്യുമെന്നും ഇതാണ് ഞങ്ങളുടെ ഉറച്ച പ്രതിബദ്ധത എന്നും പറയുകയുണ്ടായി. 3 പാർട്ടികളെയും പരിഹസിച്ചുകൊണ്ട് പ്രാദേശിക തൃണമൂൽ പ്രസിഡന്റായിട്ടുള്ള ശ്യാമൾ ഭട്ടാചാര്യ പറഞ്ഞത് ആർക്കും ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ബി.ജെ.പി, CPM, കോൺഗ്രസ് എന്നിവ അവരുടെ എല്ലാ തത്വങ്ങളും ആദർശങ്ങളും ത്യജിച്ചുകൊണ്ട് ഒരു സഖ്യം രൂപീകരിച്ചതെന്ന് അവർ പറയുന്നു. എന്തായാലും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വലിയ തോതിലുള്ള അട്ടിമറിയിലേക്കാണ് ബംഗാളിൽ കാര്യങ്ങൾ മാറിയതെന്ന് എടുത്തു പറയേണ്ടി വരും. അതായത് അട്ടിമറി സഖ്യം എന്ന് തന്നെ പറയാം. ബി.ജെ.പി, കോൺഗ്രസ്, CPM ഒരിക്കലും വിചാരിക്കാത്ത ഒരു സഖ്യം ഉണ്ടാവുകയും അവിടെ തൃണമൂലിനെതിരെ ബംഗാളിൽ വലിയ തോതിൽ അത് ഉയർന്നു വരികയും തൃണമൂലിനെ പരാജയപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നു. 5 സീറ്റുകൾ സഖ്യം നേടി, 4 സീറ്റുകൾ തൃണമൂലിന് ഒതുങ്ങേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായി. ഈ സഖ്യം ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് അവിടെ പലരും പറയുന്നത് തന്നെ.